സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ജയേഷ് പൂക്കോട്ടൂരും ഒപ്പം മുഹമ്മദ് ജാസിം ചേർന്നു. ഫ്രാൻസ് പ്രീ ക്വാർട്ടർ കടന്ന് ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുന്നു. പരാഗ്വയെ തളച്ച് കേവലം ഒറ്റ ഗോൾ വ്യത്യാസത്തിൽ മറികടന്നുകൊണ്ടാണ് ഫ്രാൻസിൻ്റെ പോക്ക്. നമുക്ക് ആ മത്സരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പോയിന്റും അതുതന്നെയാണ്. കാരണം ലോകകപ്പിലെ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 3 അതിലേറെയോ ഗോളുകൾ വീതം എതിർ ബോക്സിൽ നിക്ഷേപിച്ചുകൊണ്ട് മുന്നേറിയ ഫ്രാൻസിൻ്റെ അതിശക്തമായിട്ടുള്ള മുന്നേറ്റ നിരക്ക് കഴിഞ്ഞ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെ അവരെ പൂട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. പക്ഷേ മത്സരം ഒരളവോളം കടുത്ത നിരാശ നൽകുന്നതായിരുന്നു യഥാർത്ഥ ഒരു ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ചെന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു. കാരണം കടുത്ത ടാക്ലിങ്ങുകൾ കണ്ടു, ഒരുപാട് ഫൗളുകൾ കണ്ടു, ഫിസിക്കൽ ഗെയിം കണ്ടു, ഇത്തരത്തിലുള്ള പോരാട്ടവും കണ്ടു. ജയേഷ്, ഈ മത്സരത്തിലേക്ക് വരുമ്പോഴേ അതിഗംഭീരമായിട്ടുള്ളൊരു തന്ത്രം പരാഗ്വെ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ചോദിച്ചിട്ട കാര്യം എങ്ങനെ ഈ മൂവർ സംഘത്തെ, എംബാപ്പ നയിക്കുന്ന 4 സംഘത്തെ എങ്ങനെ തടയും എന്നുള്ളതായിരുന്നു വലിയ ചോദ്യം എതിർ കോച്ചുമാരെ സംബന്ധിച്ചുള്ളത്. പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണം പരാഗ്വെ കോച്ച് അൽഫാരോ ഇന്നലെ കാണിച്ചു തന്നു എന്നുള്ളതാണ് മത്സരം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ പ്രധാന കാരണം അദ്ദേഹം ഒരു ലോ എൻഡ് ബ്ലോക്ക് ഇടുന്നു. അത് ശക്തമായിട്ടുള്ള 5-4-1 എന്നുള്ള ഫോർമേഷനിൽ 5 പേരെ അവിടെ വിന്യസിക്കുന്നു. വിങ്ങുകളിൽ പോലും വിങ്ങുകളിലൂടെയുള്ള കടന്നാക്രമണം തടയാൻ ഉള്ള ബ്ലോക്ക് ഒരുക്കുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ആ മത്സരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് നമ്മൾ ഒരളവോളം നമ്മൾക്ക് ചോദ്യം ചെയ്യപ്പെടാനുള്ള കാരണം ഫൗളുകളാണ്. ഒരു തർക്കത്തിൽ ഏർപ്പെടുന്ന പരാഗ്വെ താരങ്ങൾ കണ്ടു. ഫിസിക്കൽ ഗെയിം കളിക്കുന്ന, ആവശ്യത്തിനും അനാവശ്യത്തിനും എംബാപ്പയെ പന്ത് കൈവശമില്ലാത്തപ്പോൾ പോലും ഫൗൾ ചെയ്യുന്ന, കൈമുട്ടുകൊണ്ടിരിക്കുന്ന പരാഗ്വെ താരങ്ങൾ കണ്ടു. ശരിക്കും അതൊരു തന്ത്രം തന്നെയായിരുന്നു. അതായത് ഫ്രാൻസിൻ്റെ വേഗതയെ, കളിയെ ഇല്ലായ്മ ചെയ്യുക, ബ്രേക്ക് ചെയ്യുക എന്നത് തന്നെയായിരുന്നു അവരുടെ ശ്രമം. കളിയുടെ മൊമെൻറ്റം കളയുക, ആ മൊമെൻറ്റത്തിൽ നിന്ന് പിന്നെ കളി റീസ്റ്റാർട്ട് ചെയ്യാൻ പരമാവധി സമയം ലാഗ് ചെയ്യിപ്പിക്കുക. അതിന് അവർ സ്വീകരിച്ചൊരു തന്ത്രവും പ്രസക്തമാണ്. ഒന്നുകിൽ എതിർ കളിക്കാരനുമായിട്ട് കൊമ്പ് കോർക്കുക, വാക്കുക, അല്ലെങ്കിൽ റെഫറിയുമായി പോലും തർക്കിക്കുക. അനാവശ്യമായ ഫൗളുകൾക്ക് പരാഗ്വയുടെ ഡഗ് ഔട്ട് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് അപ്പീൽ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതൊരു ടാക്ടിക്സ് തന്നെയായിരുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വരും കാല ചർച്ചയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കളികളിലൊക്കെ പറയുന്നത് പോലെ ജയിക്കുക എന്നതാണല്ലോ പ്രധാനം. എന്തായാലും 70 മിനിറ്റോളം തടഞ്ഞു നിർത്തുന്നു പരാഗ്വെ ഫ്രാൻസിനെ. അവസാനം ഒരു പിടിവള്ളി പോലെ ഒരു പെനാൽറ്റി കിട്ടുന്നു, അത് എംബാപ്പെ ഗോളാക്കി മാറ്റുന്നു. ഇതാണ് ഇന്നലെ സംഭവിച്ചത്. ഈ കളിയിൽ നിന്ന് പഠിക്കാൻ, കഴിഞ്ഞ കളിയിൽ അർജൻറ്റീന കേബർദയിൽ നിന്ന് എന്ത് പഠിച്ചോ അതുപോലെ ഫ്രാൻസിനും പഠിക്കാനുണ്ട്. മത്സരം പൊതുവെ നോക്കുമ്പോൾ നിരാശപ്പെടുത്തുന്ന ഫുട്ബോൾ ആരാധന നിരാശയാണ്. മറുഭാഗത്ത് തന്ത്രങ്ങൾ കൊണ്ട് ഈ മത്സരം എത്രമാത്രം മികച്ചു നിന്നിട്ടുണ്ട്. ഒന്ന്, പുകൾപെറ്റ ഫ്രാൻസിൻ്റെ മധ്യ മുന്നേറ്റ നിര ഒരു ലോ ബ്ലോക്ക് ഇട്ടാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് പഠിപ്പിച്ച മത്സരമാണിത്. അതിൽ തന്നെ അതിൽ പരാഗ്വെ പ്രയോഗിച്ച തന്ത്രത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇപ്പോൾ എംബാപ്പെ ആയാലും മത്സരശേഷം പറഞ്ഞത് ഡേർട്ടി ഗെയിം ഞങ്ങൾക്കും കളിക്കാൻ അറിയാം, ഞങ്ങളതിന് മുതിരാത്തതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ താരമായ ജാക്ക് ഗ്രീലിഷ് വരെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. പുള്ളി പറയുന്നത് മോശമായ സമീപനമാണ് പരാഗ്വെ നടത്തിയെന്നാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും തോന്നുന്നു, കാരണം ഫുട്ബോളാണോ കാണുന്നത്, മറ്റേ ഗുസ്തിയാണോ കാണുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ളൊരു തോട്ടാണ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത്. കാരണം അത്രമാത്രം മോശമായിട്ട് കളിച്ചു. അതിനേക്കാൾ എനിക്കൊരു വിഷമം തോന്നിയത് ഇത്രയും മോശം കളി കളിച്ചിട്ടും ഒരു യെല്ലോ കാർഡ് പോലും പരാഗ്വെക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കണക്കിൽ നോക്കുമ്പോൾ 12 ഫൗളാണ് ഫ്രാൻസ് ചെയ്തിട്ടുള്ളത്, 11 ഫൗളാണ് പരാഗ്വെ ചെയ്തിട്ടുള്ളത്. യെല്ലോ കാർഡ് ഫ്രാൻസിനാണ്, 3 യെല്ലോ കാർഡ്. പക്ഷെ പരാഗ്വെ ചെയ്യുന്നതെല്ലാം, അതായത് ഓൺ ദ ബോൾ ഫൗൾ ചെയ്യുന്നത് നമുക്കറിയാം, ഓഫ് ദ ബോളാണ് അവർ കൂടുതൽ ചെയ്യുന്നത്. അത് ഭയങ്കര മോശമായിട്ട് അവരെ പ്രകോപിപ്പിക്കുന്നു. ഓരോന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇഞ്ചുറി ടൈമിലേക്കൊക്കെ കടന്ന സമയത്ത് ബോളൊന്നുമില്ലാതെ എംബാപ്പെ ജസ്റ്റ് സെറ്റ് പീസ് അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ എംബാപ്പയും ഡെസ്രീദുവയൊക്കെ ഭയങ്കര മോശമായിട്ട് അവർ സംസാരിക്കുന്നു. അതിൽ ഒരു കാര്യമില്ലാതെ ഷോൾഡർ ഇടുന്നു, എൽബോ ഇടാൻ ശ്രമിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ഹീറ്റാവും പ്ലെയർ, തിരിച്ച് ഏതെങ്കിലും തരത്തിൽ ഇതാകും, പ്രകോപിപ്പിക്കാൻ നിൽക്കും. പക്ഷേ എംബാപ്പ ഉൾപ്പെടെയുള്ള ഫ്രാൻസ് താരങ്ങൾ അതെടുത്ത സമീപനം ഭയങ്കര രസമായിരുന്നു. എംബാപ്പയൊക്കെ ലാസ്റ്റൊക്കെ ചിരിക്കുകയാണ്. ഫൗൾ ചെയ്തിടുമ്പോൾ ചിരിച്ചിട്ട് നിങ്ങളിത് എന്ത് പരിപാടി കാണിക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പിടിച്ചു നിന്ന് ചിരിക്കായിരുന്നു. ആ സമയത്ത് അവിടെ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയായിരുന്നു, ഹീറ്റ് മാച്ചാണ്, പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും തിരിച്ച് നല്ല രീതിയിൽ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ ഇടിക്കുകയൊക്കെ ചെയ്ത് കാർഡ് വാങ്ങിക്കേണ്ടതാണ്. പക്ഷെ വളരെ കൂളായിട്ട് ഫ്രാൻസ് താരങ്ങൾ അവിടെ ഇടപെട്ടു എന്നുള്ളതാണ്. മത്സരം പലപ്പോഴും തന്നെ വലിയ രീതിയിൽ
തർക്കത്തിലേക്കും ഇതിലേക്കൊക്കെ വന്നു. മാച്ച് ഒരു ഫസ്റ്റ് 30 മിനിറ്റ് ഒക്കെ ആയപ്പോൾ തന്നെ എംബാപ്പയെ എൽബോട്ട് വീഴ്ത്തുന്നുണ്ട് ഓടുന്ന എംബാപ്പയെ. അതൊന്നും കണ്ടതുപോലും ഒരു ഫൗള് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമായ കാര്യം. ഇനി മത്സരത്തിലേക്ക് വരുമ്പോൾ 5-4-1 ലോ ബ്ലോക്ക് ഇട്ടിട്ട് കൃത്യമായിട്ട് ഫ്രാൻസിനെ പൊട്ടി എന്നുള്ളത് ഒരു കാര്യം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു മോശം സൈഡാണ്. പരഗയെ സംബന്ധിച്ചിടത്തോളം അവർ ജയിക്കാൻ അല്ലെങ്കിൽ ഫ്രാൻസിനെ പിടിച്ചു നിർത്തി ഷൂട്ട് ഔട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള തന്ത്രത്തിലാണല്ലോ പരഗോയ ഇറങ്ങുന്നത്. അപ്പോൾ കേപ്പ് വെർഡെ ചെയ്തതും പരഗോയ ചെയ്തതും ഒന്നല്ല. കേപ്പ് വെർഡെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല കേപ്പ് വെർഡെ സ്പെയിനെതിരെ കളിച്ച കളിയിൽ പോലും അവർ ഒരു ഫൗള് പോലും വഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇത് റഫറിങ്ങിൻ്റെ മോശമായിരുന്നു. റഫറിങ് ഇപ്പോൾ നമുക്കറിയാം, കൈവത്തി സംസാരിച്ചാൽ പോലും റെഡ് കൊടുക്കുന്ന സമയത്ത്, ഒരുപാട് നിയമങ്ങൾ കർശനമാക്കിയ സമയത്ത് അവർക്കൊരു യെല്ലോ കാർഡ് പോലും, ഇത്രയും ഫൗള് പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് പോലും, ഇപ്പോൾ നമ്മൾ ബോളുള്ള ആംഗിളിലാണ്, ക്യാമറ ഉള്ള ആംഗിൾ നമ്മൾ കാണുന്നുള്ളൂ, അതല്ലാതെ അവിടെ എന്തെല്ലാം തെരുവിളി നടന്നിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇടപെടലും റഫറിയുടെ ഭാഗത്തുനിന്നില്ല. റഫറിങ് ഏറ്റവും മോശം റഫറിങ്ങിൽ ഒന്ന് കണ്ട മത്സരമായിരുന്നു. ഇത്തവണ ഒരുപാട് റഫറിങ്ങിനെതിരെ, ഇപ്പോൾ വാർ ഉൾപ്പെടെ, ഗോൾ നിശ്ചയിച്ചുൾപ്പെടെയുള്ള ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മോശം റഫറിങ് കണ്ട മത്സരങ്ങളിലൊന്നാണ് ഈ വേൾഡ് കപ്പിലെ. അപ്പോൾ പരഗോയ് എന്താഗ്രഹിച്ചോ അത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ ഒരു 70 മിനിറ്റ് വരെ അതവർക്ക് സാധിച്ചു എന്നുള്ളത് അവരുടെ ഒരു പോസിറ്റീവ് സാധനമാണ്. പ്രത്യേകിച്ച് ഒലിസയും ഡംബലയും ബാർക്കോളയും എംബാപ്പയും അടങ്ങുന്ന ഒരു മധ്യ മുന്നേറ്റ നിരയ്ക്ക് ഒരിക്കൽ പോലും അവർക്ക് ഫൈനൽ തേർഡ് ലോക്ക് പൊട്ടിച്ച് കയറാൻ കഴിയുന്നില്ല. ആ സമയത്താണ് റാബിയോട്ട് ലോങ് റേഞ്ചറുകൾ അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ലോങ് റേഞ്ചർ അടിക്കുമ്പോൾ ദശാംസ് ഡഗ് ഔട്ടിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന സാധനം നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹം ചീത്ത പറയുന്നുണ്ട്. ദശാംസ് ആ രീതിയിൽ നമ്മൾ അങ്ങനെ അധികം കാണാത്തതാണ്. പക്ഷെ റാബിയോട്ടിൽ നിന്ന് വേറെ മാർഗമില്ല. ഇവർ ഫ്രണ്ടിലുള്ള ആൾക്കാർ അടിക്കുന്നില്ല മാത്രമല്ല അവർ ആ രീതിയിലാണ് മതിൽ കെട്ടുന്നത്. ഉള്ളിലേക്ക് കയറാൻ പോകുന്നില്ല. ലിറ്ററലി ബസ് പാർക്കിങ്ങിനാണ് അവിടെ ചെയ്തിട്ടുള്ളത്. കോനയുടെ ഒരു ഷോട്ട്, ഗംഭീരമായ ഷോട്ടായിരുന്നു അത്. ഒന്ന് പാരഗോയ് കീപ്പർ ഗില്ലിൻ്റെ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇത്തവണ ഗില്ലാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. സാധാരണ ഈ വേൾഡ് കപ്പിൽ എഴുതുന്ന മാച്ചുകളിലെല്ലാം ജയിക്കുന്ന ടീമിൻ്റെ പ്ലെയർ തന്നെയാണ്. തോറ്റ മത്സരത്തിൽ ഗംഭീരമായ പ്രകടനം നടത്തിയ താരങ്ങളുണ്ടായിട്ട് പോലും ജയിക്കുന്ന ടീമിൻ്റെ ആൾക്കാരെ തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ചെയ്യുള്ളത്. പക്ഷേ ഇതിൽ പാരഗോയ് കീപ്പർ ഗില്ലായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. അതിൽ ആ കൊനയുടെ ഒരു ഗംഭീര ഷോട്ടായിരുന്നു. അത് ഒരു ഫുൾ സ്ട്രെച്ച് ഡൈവിലൂടെയാണ് അദ്ദേഹം തട്ടിയായിട്ട് വിടുന്നത്. പിന്നെ ബാർക്കോളയ്ക്ക് പകരം ഡെസ്രിഡുയി എത്തിയതിനു ശേഷമാണ് മത്സരം ഒന്ന് മാറുന്നത്. ആ വിങ്ങിൽ ഡെസ്രിഡുയി കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും അദ്ദേഹം നിലവിലെ നമ്മൾ PSG അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഗംഭീര പ്ലെയർ തന്നെയാണ്. പക്ഷേ നിലവിലെ ഫ്രാൻസ് ടീമിലെ അണ്ടർ റേറ്റഡ് പ്ലെയറാണ്. ഒന്ന് അദ്ദേഹത്തിന് ആ രീതിയിൽ അവസരം കിട്ടുന്നില്ല. മാത്രമല്ല ഒലിസെ എംബാപ്പയും ഡംബലിയൊക്കെ നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ശ്രീഡുയി തൻ്റെ പ്രാധാന്യം എന്താണ് ടീമിലെന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്നതായിരുന്നു. അത് കാരണം അദ്ദേഹം ആ ഗോൾ വഴങ്ങിയ പരഗോയ് ഗോൾ വഴങ്ങിയ ബോളിൽ പോലും 3 പ്ലെയേഴ്സിന് അദ്ദേഹം വെട്ടിച്ച് കയറുന്നുണ്ട്. ഒരു പ്ലെയർ കൂടെയുണ്ട്. ആകെ 4 പ്ലെയേഴ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കാൽമുട്ടിന് ഇടിച്ചിട്ടാണ് അദ്ദേഹം വീഴുന്നത്. അങ്ങനെയാണ് ഫ്രാൻസിന് ആ പെനാൽറ്റി കിട്ടുന്നത്. കൃത്യമായിട്ട് എംബാപ്പെ ലക്ഷ്യത്തിലെത്തിക്കുകയാണ്. എംബാപ്പയിലെ ഈ ലോകകപ്പിലെ 7ാമത്തെ ഗോള്, ആകെ വേൾഡ് കപ്പിലെ 19ാമത്തെ ഗോള്. വെറും 19 മത്സരങ്ങളിൽ നിന്നാണ് ഈ 19 എന്നുള്ള ടാലിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഉറപ്പായിട്ടും ഒരു വേറെ റേഞ്ചിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഈ ടാക്ടിക്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ ടാക്ടിക്സിൻ്റെ അല്ല മുൻപത്തെ നമ്മളെ ടാക്ടിക്സിൽ ഫ്രാൻസിന് ഏതെങ്കിലും തരത്തിൽ പണി കൊടുക്കാൻ കെൽപ്പുള്ള ടീം മൊറോക്കോ ആയിരിക്കുമെന്ന്. ആ മത്സരത്തിലേക്ക് വന്നു. നമ്മളാ പറഞ്ഞതിൻ്റെ കൃത്യമായിട്ട് ഇവിടെ വന്നും ചെയ്തു. ഒരു ലോ ബ്ലോക്ക് ഡിഫൻസ് ഇട്ട് നന്നായിട്ട് കൗണ്ടർ കളിക്കുന്ന അത്യാവശ്യം ഫിസിക്കലുള്ള ഒരു ടീം വന്നു കഴിഞ്ഞാൽ ഫ്രാൻസിന് പണി കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയായിരുന്നു. അത് കൃത്യമായിട്ട് പരഗോയ് വെളിവാക്കി തന്നു. പരഗോയ്ക്ക് നല്ലൊരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവർ അറ്റാക്കിന് മുതിർന്നിട്ട് പോലുമില്ല. അത് വേറെ കാര്യം. നല്ലൊരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ കൗണ്ടർ അറ്റാക്കിങ്ങിന് ശ്രമിക്കുമായിരുന്നെങ്കിൽ ഗതി മറ്റൊന്നായിരുന്നു. ഇനി ഇതിൽ മൊറോക്കോ വേഴ്സസ് ഫ്രാൻസ് ക്വാർട്ടറിലേക്ക് വരുമ്പോൾ ഫ്രാൻസ് നേരിടാൻ പോകുന്ന വെല്ലുവിളി, നന്നായിട്ട് ലോ ബ്ലോക്ക് കളിക്കാൻ അവർക്കറിയാം. കുറെ കൂടി ഓർഗനൈസ്ഡ് ഡിഫൻസാണ്. നല്ല മധ്യ മുന്നേറ്റ നിര മൊറോക്കോക്ക് ഉണ്ട്. ഉറപ്പായിട്ടും കൗണ്ടറുകളിൽ ഫ്രാൻസ് നന്നായിട്ട് പേടിക്കേണ്ടി വരും. ഇപ്പോൾ റാബിയോട്ടായാലും കോനയായാലും ഒക്കെ ഇന്ന് വന്ന പോലെ തിരിച്ച് ഫ്രണ്ടിലേക്ക് കയറി വരാൻ മൊറോക്കോക്കെതിരെ പറ്റില്ല. അവിടെ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ മൊറോക്കോ നന്നായിട്ട് പണി കൊടുക്കും. പ്രത്യേകിച്ച് വിങ്ങിലൂടെ അഷ്റഫ് ഹക്കീമൊക്കെ നന്നായിട്ട് കയറിപ്പോവും. ഇപ്പോൾ മൊറോക്കോ വേഴ്സസ് ഫ്രാൻസ് മാച്ച് വേൾഡ് കപ്പിലൊരു ബ്ലോക്ക് ബസ്റ്റർ ത്രില്ലറായിരിക്കും.
റിപ്പോർട്ടർ ടിവിയും മൈജിയും ചേർന്നൊരുക്കുന്ന ലോകകപ്പ് പ്രവചന മത്സരം. നേടാം ടയോട്ട ഗ്ലാൻസ കാർ അടക്കമുള്ള ബമ്പർ സമ്മാനങ്ങൾ. വിസിറ്റ് reporterlive.com. Scan this QR code. ആ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷേ മൊറോക്കോ വരുന്നത് വെറുതെ വരുന്നതല്ല, കഴിഞ്ഞ ലോകകപ്പ് സെമിയിലെ തോൽവിക്ക് പകരം ചോദിക്കുക എന്നുള്ളത് കൂടിയായിരിക്കും മൊറോക്കോ ഫ്രാൻസ് പോരാട്ടം ക്വാർട്ടറിൽ നടക്കാൻ പോകുമ്പോൾ അതിനെ തീ പാറിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഒരു കാര്യം ജയേഷ് പറഞ്ഞതിൻ്റെ ഒരു അഡീഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, അതായത് മാൻ ഓഫ് ദ മാച്ച്, പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒർലാൻഡോ ഗില്ലാണെന്ന് പറഞ്ഞു. അതിന് പക്ഷേ ഫിഫയ്ക്ക് അതിൽ റോളില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം ഈ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് നിശ്ചയിക്കുന്നത് കാണികളാണ്. ശരിക്കും ഫിഫയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ പോലും നമുക്ക് ഇഷ്ടതാരത്തിന്, അതായത് കളത്തിൽ ഏതൊരു കളിക്കാരൻ ഇറങ്ങിയിട്ടുണ്ടോ ആ താരത്തിന് വേണ്ടി നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന താരത്തെ ജയിപ്പിക്കുന്നു എന്നുള്ളതാണ് ഫിഫ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫിഫ ലോകകപ്പിൽ. അതുകൊണ്ട് ഒർലാൻഡോ ഗില്ലിനെ കൂടുതൽ പേര് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിൽ മറിച്ചൊരു പോരായ്മയും കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം, ജോസിമേ, ഇന്നലത്തെ നമ്മൾ പറഞ്ഞ് എൻ്റെ ബ്ലോക്കിട്ട് കളിക്കുന്നു, 5 പേർ നിലനിർത്തി കളിക്കുന്നു, മുന്നേറ്റ നിരയെ തളയുന്നു. അതിലുപരിയായിട്ട് പോസിറ്റീവായിട്ട് കോച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം, പരാഗയുടെ കോച്ച് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ട് അദ്ദേഹത്തിനൊരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. ഒന്ന് എംബാപ്പയെ തടയുക എന്നുള്ളത്. അത് എംബാപ്പയെ തടയാൻ ഒരു 2 ടയർ ഡിഫൻസ് സിസ്റ്റമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അതായത് 2 പേര്, ഒന്ന് ഗുസ്താവോയും മറ്റൊന്ന് വെലാസ്കസും, 2 താരങ്ങൾ അദ്ദേഹത്തെ പിന്നാലെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ പന്ത് കിട്ടുമ്പോഴൊക്കെ 2 പേരും അപ്പുറം ഇപ്പുറമല്ല, ഒരാൾക്ക് പിന്നിൽ മറ്റൊരാൾ നിന്നുകൊണ്ടൊരു 2 ടയർ ഡിഫൻസ് സിസ്റ്റം അവർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഫൗളിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മധ്യനിരയിൽ കനത്ത പ്രസ്സിംഗ് ഉണ്ടായിരുന്നു. അതായത് ഈ മത്യാസ് ഗലർസ, ആന്ദ്രസ് കുബാസ്, ഈ 2 പേരുടെ മുന്നേറ്റങ്ങളെ അവർ നിലയുറപ്പിച്ചതോടുകൂടി ഒലീസയ്ക്കും കോനയ്ക്കും മധ്യനിരയിലൂടെ നേരെ ഒരു മുന്നേറ്റം നടത്താൻ കഴിയുന്നില്ല. അത് കൃത്യമായിട്ടൊരു ഗെയിം പ്ലാൻ തന്നെയാണ്. പിന്നെ മനഃപൂർവ്വമുള്ള സമയം വൈകിപ്പിക്കൽ, അത് ഓരോ നീക്കം തടഞ്ഞിട്ടതിന് ശേഷവും അനാവശ്യമായിട്ട് നീട്ടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചോദ്യങ്ങളെല്ലാം അവിടെ പ്രസക്തമാണ്. അതായത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ചില തന്ത്രങ്ങൾ അവിടെ അവർ ഫലപ്രദമായി പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന്, ജർമ്മനിയെ തടഞ്ഞിട്ട് വന്നവരാണ് പരാഗ്വേ എന്നുള്ളത്. അവിടെ വിജയിച്ചത് എന്ത് തന്ത്രമാണോ അതേ തന്ത്രം തന്നെ പുറത്തെടുക്കുന്നു. ജർമ്മനിക്കെതിരെ പരാഗ്വേ എങ്ങനെ കളിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാമായിരുന്നുവെന്ന് ഫ്രാൻസ് പറയുകയും ചെയ്യുന്നു. അതിനനുസരിച്ചുള്ളൊരു ഗെയിം അവർ കളിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മൊത്തത്തിൽ മത്സരത്തിൽ നോക്കുമ്പോൾ ഇത് ശരിയാണോ, നീതികേടാണോ, എങ്ങനെയാണ് പോകേണ്ടത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പാരഗ്വേനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരം എന്ന് പറയുന്നത് അവർ USA കൊണ്ടായിരുന്നു. USA കൊണ്ട് അവർ 1-നെതിരെ 4 ഗോളിനാണ് അവർ തോൽക്കുന്നത്. പിന്നീടുള്ള അവരുടെ മത്സരങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഗോൾ വഴങ്ങുന്നതിൽ അവർ വലിയ രീതിയിൽ അവർ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് അവരുടെ തന്ത്രവും അവരുടെ കോച്ച് പിന്നീട് അതൊക്കെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് ജർമ്മനിക്കെതിരെ അവസാനം നമ്മൾ കാണുന്നതും. നന്നായി ഡിഫെൻഡ് ചെയ്ത് ആ മത്സരത്തിൽ എങ്ങനെയാണോ മത്സരത്തിലേക്ക് അല്ലെങ്കിൽ ലോകകപ്പിലേക്ക് തിരിച്ചു വരേണ്ടത് എന്നുള്ളത് അവർ ആദ്യത്തെ മത്സരത്തിൽ പാഠം പഠിക്കുകയും, അത് USA കൊണ്ടാണ് ആദ്യ കളി, അതിൽ പാഠം പഠിക്കുകയും പിന്നീടുള്ള മത്സരങ്ങളിൽ അത് കൃത്യമായിട്ട് നടപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കരുതിയത് ഇപ്പോൾ പാരഗ്വേയാണ് ജർമ്മനിയെ തളച്ചിട്ടാണ് അവർ വരുന്നത്. കാരണം ആ മത്സരം എക്സ്ട്രാ ടൈമിലേക്കും അതുപോലെ ഷൂട്ടൗട്ടും ഇതിലേക്കൊക്കെ കടന്നു പോകുന്ന ഒരു മത്സരമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും പാരഗ്വേയെ നിസ്സാരമായി കാണാൻ പറ്റില്ല എന്നുള്ളത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് അതിലൊരു കാര്യമുള്ളത്, ലാറ്റിൻ അമേരിക്കൻ ടീമുകളിൽ കുറച്ച് ഫിസിക്കലി കളിക്കുന്ന ടീമുകളിലൊന്നാണ് പാരഗ്വേ. അതുപോലെ തന്നെ യുറഗ്വായ്, ഇങ്ങനത്തെ കുറച്ച് ടീമുകൾ, കൊളംബിയ, ഇവരൊക്കെ കുറച്ചും കൂടി ഫിസിക്കലായിട്ട് കളിക്കുന്ന ടീം കൂടിയാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഫ്രാൻസ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ഒരു പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് അവരും കൂടുതൽ ഗോൾ അടിക്കുക എന്നതിനപ്പുറം തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം പാരഗ്വേയെ എങ്ങനെ എതിരിടാം എന്നുള്ളത് അവരും തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ടാവും. കാരണം ലാറ്റിൻ അമേരിക്കൻ ടീമുകളിൽ ചില ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ടീമുകൾക്കുള്ള ശൈലി എന്ന് പറയുന്നത് നന്നായി അറ്റാക്ക് ചെയ്യും, അത് ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന കളി കൂടി വരാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സുവാരസിനൊക്കെ പറയും, പല്ലും നഖവും ഉപയോഗിച്ച് വരെ അദ്ദേഹം പോരാടുമെന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ കൊളംബിയയുടെ പണ്ട് നെയ്മർ ഫൗൾ ചെയ്ത സുനിക, അങ്ങനെയുള്ള പല അനുഭവങ്ങളും ശരിക്കും നമ്മൾ ഈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലെ ചില രാജ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ പാരഗ്വേയും ഒരു ഘട്ടത്തിൽ ആ രീതിയിലേക്ക് പോകും എന്നുള്ളത് തന്നെ പ്രതീക്ഷിച്ചത്. അത് ആ രീതിയിൽ തന്നെയാണ് ഇന്നലെ കളി നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ കോച്ചിൻ്റെ തന്ത്രം നേരത്തെ അനുഭവം പറഞ്ഞ പോലെ തന്നെയാണ്. ശരിക്ക് എംബാപ്പയെ ഫ്രീ ആക്കുക എന്ന് പറയുന്നത് തീർത്തും മണ്ടത്തരായിരിക്കും എന്നുള്ളത് അത് ഈ ലോകകപ്പിലും മാത്രമല്ല, കഴിഞ്ഞ 2018 മുതൽ നമ്മൾ കാണുന്നൊരു സംഗതിയാണ്. അത് ഈ ലോകകപ്പിൽ കുറച്ചും കൂടിയും പിന്നെ വെളിപ്പെട്ട് കാണുന്ന ഒരു സംഗതി കൂടിയാണ്. കാരണം അദ്ദേഹത്തിനെ പൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഗോളുകൾ ചെറപറ വന്ന് വീഴും എന്നുള്ള കാര്യം
കാര്യത്തിൽ ഒരു സംശയമല്ല. അപ്പോൾ അദ്ദേഹത്തെ പൂട്ടുന്നത് മാത്രമല്ല, ഉസ്മാൻ ഡംബലയെ ശരിക്ക് അങ്ങനെ ഇപ്പോൾ എംബാപ്പയെ പൂട്ടുന്ന സമയത്ത് ഇപ്പുറത്ത് ഡംബലയെ പോലെയുള്ള താരങ്ങൾ വരുന്നു. അങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ട്. പക്ഷേ ആ കാര്യത്തിൽ ഇന്നലെ ഫോർമേഷൻ ഇറക്കുന്നത് 5-4-1 ആണെന്ന് തോന്നുന്നു. പക്ഷേ അവർ അറ്റാക്കിങ്ങിന് ഇപ്പോൾ നേരത്തെ ജയശേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്, അറ്റാക്കിങ്ങിന് ശരിക്കും ആ ഒരു മൂർച്ചയില്ലായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിനോ മറ്റൊന്നും ശ്രമിക്കാത്ത രീതിയിലേക്ക് അവർ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രാൻസിനോടുള്ള രീതിയിൽ ഫ്രാൻസിനോട് ഇന്നലെ അവരെങ്ങനെയാണോ കളിക്കാൻ ഇറങ്ങിയത്, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് ഔട്ടിലേക്ക് പരമാവധി എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഗില്ലിനെ പോലെയുള്ള ഒർലാൻഡോ ഗില്ലിനെ പോലെയുള്ള നല്ലൊരു ഗോൾ കീപ്പർ ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം കൂടി ഇന്നലെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനം മികച്ചതാണ് എന്നുള്ളത് ഇന്നലെ കുറച്ച് ഷോട്ടുകൾ നമ്മൾ ആ പോസ്റ്റിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരു പെനാൽറ്റി ടൈമിൽ ഒരു അതെ കിട്ടില്ല ഒരു റീബൗണ്ട് അടക്കം ഒരു ഡബിൾ ഷോട്ട് അടിച്ച് റിഫ്ലക്ഷൻ അവന് റാബിയോട്ടിന്റെ ഇത്തരത്തിലുള്ള കുറെ സേവുകൾ അദ്ദേഹം തന്നെ നടത്തുന്നുണ്ട്. അത് വലിയ രക്ഷാപ്രവർത്തനം. പെനാൽറ്റി എടുക്കാൻ നേരത്തെ നിൽക്കുമ്പോൾ ക്രോസ് ബാർ ടച്ച് ചെയ്തിട്ടാണ്. മാത്രം ഹൈറ്റാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഇങ്ങനെ ഉയരമുള്ള ഗോൾ ഇപ്പോൾ കഴിഞ്ഞ എതിർ മത്സരത്തിൽ നമ്മൾ കണ്ടല്ലോ, മറ്റേ യാസിൻ മോനോ അത് തട്ടിയിടുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് ഹൈറ്റും ആ ഇതൊക്കെ ഉള്ളൊരു ഗോൾ കീപ്പറാണ് എന്നുള്ളത് കൊണ്ട് പാരഗ്വേ തീർച്ചയായിട്ടും എക്സ്ട്രാ ടൈമും കടന്ന് പെനാൽറ്റി ഷൂട്ടൗട്ട് തന്നെയാണ് അവർ ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ രീതിയിൽ ഗെയിം കളിച്ചത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു യെല്ലോ കാർഡ് പോലും പാരഗ്വേക്ക് കിട്ടാതിരുന്നതല്ല. അവസാന 5 മിനിറ്റിലേക്ക് ആ സമയത്തേക്ക് ഇഞ്ചുറി ടൈമുകളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഫിസിക്കൽ ഗെയിം എന്ന് പറയുന്നത് അതിന്റെ അങ്ങേയറ്റത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷെ ഈ ഫിസിക്കൽ ഗെയിമിനേക്കാളും കൂടുതലേ നമ്മള് നാടൻ വർത്തമാനത്തിൽ പറയുമ്പോൾ വെറുപ്പിച്ച് കളിക്കുക എന്ന് പറയുമല്ലോ, ആ രീതിയിലാണ്. എങ്ങനെയെങ്കിലും ഡിസ്റ്റർബ് ചെയ്ത് ഇവർക്കൊരു കാർഡ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള മൂഡിലായിരുന്നു അവർ കളിച്ചത്. കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര അരോചകമായിട്ട് തോന്നി. നമ്മളിങ്ങനെ ഈ ലോകകപ്പിൽ നമ്മൾ അങ്ങനെ കളി കണ്ടിട്ടില്ല. അതായത് ഇന്നലെ 2 കളിയും നമ്മൾ അങ്ങനെയാണ് കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ മൊറോക്കിനോട് കാനഡ കളിക്കുമ്പോഴും നമ്മളടുത്ത് പറയാൻ വരുന്നത്. അപ്പോൾ അതിലും ഇന്നലെ ഈ ലോകകപ്പിലെ 2 ഒരു മോശം ഒരു ഫിസിക്കൽ ഗെയിം, നമുക്ക് ഇഷ്ടപ്പെടാത്ത കളി കണ്ടത് ഇന്നലെ അതാണ്. പ്രത്യേകിച്ച് ഇന്നലത്തെ കളിയൊക്കെ നമ്മൾ പറയുന്നത് ഫ്രാൻസിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മത്സരം, പാരഗ്വേ ജർമ്മനിയെ പൂട്ടി വരുന്നൊരു ടീം. അപ്പോൾ ഫിസിക്കൽ ഗെയിമിനപ്പുറം നല്ലൊരു ഗെയിം കാണാനുള്ളൊരു ഇവരെങ്ങനെ പൂട്ടുമെന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ആവശ്യം. പക്ഷേ പന്തടക്കത്തിന്റെ കാര്യത്തിൽ ഇന്നലെ പാരഗ്വേക്ക് വലിയ രീതിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. കാരണം അവർ പന്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളൊന്നും പരമാവധി പന്ത് അടിച്ച് കളയുക. കളിയുടെ അവസാന ഘട്ടത്തിൽ ഗാലറിയിലേക്ക് പോലും പന്തടിച്ച് സമയം കളയാൻ ശ്രമിക്കുന്ന പരാഗ്വേ അവർ ടച്ച് ചെയ്തിട്ടുള്ളത് പന്തടിച്ച് കളയുക. 26% പിടിച്ചു നിർത്തുക, ടൈമിലേക്കും കൂടി നീട്ടി പെനൽറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ഭാഗ്യം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് അവർ കളിച്ചത്. അവർക്ക് ഭാഗ്യം പരീക്ഷിക്കുക എന്നുള്ള തന്ത്രമാണ്. പക്ഷെ അതൊരു മോശം കളിയാണെന്നുള്ള കാരണം സ്വാഭാവികമായിട്ട് റാണിയെ സംബന്ധിച്ചത് മോശം കളിയാണ്. പക്ഷേ നമുക്കറിയാലോ റിസൾട്ട് മാറ്റേഴ്സ് അതാണ്. അത് വാൻകാൽ അടക്കമുള്ളവർ കാര്യമാണ്. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്നത് സുന്ദരമായിട്ടുള്ള ഫുട്ബോൾ കളിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ്. റിസൾട്ട് മാറ്റേഴ്സ് അവസാനം എന്നുള്ളത് 3 കോച്ചുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്റെ അടുത്ത് പ്രതീക്ഷിക്കരുത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ 3 കോച്ചുമാരുടെ പ്രതികരണം വലിയ പ്രസക്തമായിരുന്നു. ദശാംസ് ഇന്നലെ പറഞ്ഞത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റ നിരയുണ്ട്, ഞങ്ങൾ അതിനനുസരിച്ച് കളിക്കാൻ ശ്രമിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള എന്താണോ ആയുധം അത് എക്സിക്യൂട്ട് ചെയ്യാൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഒരു ന്യായം. മറുഭാഗത്ത് അൽവാർ കോച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഗുസ്താഫോ അൽവാർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ പ്ലെയറുടെ കരുത്ത് എന്താണോ അതാണ് ഞാൻ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത്, ഞാൻ കളത്തിൽ നടപ്പാക്കുക. അദ്ദേഹത്തിന് ഫിസിക്കൽ ആയിട്ടുള്ള ഫിറ്റായിട്ടുള്ള താരങ്ങളുണ്ട്, കരുത്തന്മാരായിട്ടുള്ള താരങ്ങളുണ്ട്, അത് അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വിമർശനം വരുന്നത് ആ ഘട്ടത്തിൽ തന്നെയാണ്. ഇങ്ങനെ ഒരു ഗെയിം വേണമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ അല്ലാതെയും പ്രതിരോധിക്കാമെന്ന് ബുബിസ്റ്റ എന്ന കോച്ച് കാണിച്ചു തന്നിട്ടുണ്ട്, കേപ്പ് വെർദെയുടെ കോച്ച് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവർ ഒരിക്കലും ഫൗളിന് വേണ്ടി ശ്രമിക്കാത്തൊരു താരമാണ്. അപ്പോൾ ലോ ബ്ലോക്ക് ഇട്ടാലും എത്ര കനത്ത ബ്ലോക്ക് ഇട്ടാലും സുന്ദരമായിട്ടുള്ള ടാക്ലിങ്ങുകളിലൂടെയും കളി നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതൊരു തെളിവല്ലേ ശരിക്കും? ഉറപ്പായിട്ടും. അതായത് ബോള് ക്ലിയർ ചെയ്യലും പ്ലെയർ ക്ലിയർ ചെയ്യലും 2 വ്യത്യാസമുണ്ട്. പാരഗ്വേക്ക് ചെയ്യുന്നത് പ്ലെയർ ക്ലിയർ ചെയ്യലാണ്. അത് അവരുടെ ഒരു പാരഗ്വേ ആയാലും ഇപ്പോൾ ലാറ്റിൻ ആയ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ടീമുകൾ, കൊളംബിയ ഇപ്പോഴാണ് കുറെ കൂടി സുന്ദരമായ ഫുട്ബോൾ, ഈ വേൾഡ് കപ്പിൽ കുറെ കൂടി സുന്ദരമായ ഫുട്ബോൾ കളിച്ച് അതിന് മുമ്പ് നല്ല രീതിയിൽ ഫിസിക്കൽ ഗെയിം കളിക്കുന്നതാണ്. വെനസ്വേല, അങ്ങനെ അത്തരത്തിൽ ആ രീതിയിൽ ഗെയിം കളിക്കുന്ന ടീമുകൾ ഒരുപാടുണ്ട്. ചിലി. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അവരുടെ ഒരു രീതിയിൽ തന്നെയാണ് കളിച്ചത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ റിസൾട്ട് മാറ്റേഴ്സ് എന്നുള്ള രീതിയിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത്, എങ്ങനെയും വിട്ടു. പക്ഷെ അവർ നല്ലൊരു പാഠം കാണിച്ചു തന്നു. അതായത് ഇനിയിപ്പോൾ അടുത്ത ടീമുകൾക്ക്, ഒരു ഫ്രാൻസിനെ നേരിടാൻ പോകുന്ന ടീമുകൾക്ക്, അത് പിന്നെ മൊറോക്കോ ആയിക്കോട്ടെ, അതിനിപ്പോൾ അതിജീവിക്കുകയാണെങ്കിൽ
സെമിയിൽ വരുന്ന ബ്രസീൽ ഉൾപ്പെടെയുള്ള ടീമുകളായിക്കോട്ടെ അവർക്ക് നല്ലൊരു ബ്ലൂ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവരുടെ വിങ്ങേഴ്സിനെ പൂട്ടേണ്ടത്. അവർക്ക് ആകെ പാളിയത് ബാർക്കോളയെ കുറച്ചധികം നേരത്തെ കയറ്റി, 60 മിനിറ്റ് ആയപ്പോഴേ കയറ്റി. പിന്നെ വന്ന ഡെസറിഡുവേക്ക് അവർക്ക് നല്ലൊരു ഇതുണ്ടായില്ല എന്നുള്ളതാണ്. ഏത് രീതിയിൽ പൂട്ടണം എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു വ്യക്തത കുറവ് വന്നു. അപ്പോൾ അതാണ് ആ സമയത്ത് ഡെസിഡോയ പെനൽറ്റി സ്വന്തമാക്കുന്ന സമയത്ത് 3 പ്ലേയേഴ്സ് ഉൾപ്പെടെ 3 പ്ലേയേഴ്സ് സൈഡിലും ചുറ്റിലായിട്ടും ആകെ 4 പ്ലേയേഴ്സ് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട് ഏത് രീതിയിലാണ് പൂട്ടേണ്ടതെന്ന്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ടീമുകൾ സബ് ഉൾപ്പെടെ ഏത് രീതിയിലായിരിക്കും, ഏത് പ്ലേയേഴ്സിനെയാണ് ദശാംശം ഇറക്കാൻ പോകുന്നത്, അങ്ങനെ സബ് ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സിനെ കൃത്യമായി നോട്ട് ചെയ്ത് ഒരു പക്ക ബ്ലൂ പ്രിൻ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നല്ല കൗണ്ടർ അറ്റാക്കിങ്ങിനോട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിന് ഒരു പണിയെങ്കിലും കൊടുക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ കളിക്കും. അത് പറഞ്ഞ പോലെ കോച്ചുമാർക്ക് നല്ലൊരു പാഠമാണ് പരാഗ്വേയിന് പരിശീലകൻ കൊടുത്തു തന്നിട്ടുള്ളത്. ഇന്നലെ എംബാപ്പെ അതുപോലെ തന്നെ ആന്ദ്രേ കുബാസിനെ ഒന്ന് വലിക്കുന്നുണ്ട്. അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവാ, 2 ടീമുകളും വളയുന്ന രീതിയിലേക്ക്. കൃത്യമായിട്ടൊരു നിർദ്ദേശം ദശാംശം കൊടുത്തിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ മനസ്സിലാശേഷം പറയുന്നുണ്ട്. അതായത് ഒരു കാരണവശാലും അതേ രീതിയിൽ പരാഗ്വേ എന്താണ് കളിക്കാൻ പോകുന്നത് ഞങ്ങൾക്കറിയാം, അതേ രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കളി പരുക്കനാകും. നമുക്ക് പലപ്പോഴും നമ്മൾ കളി കാണുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇത് അടിയിലെ അവസാനിക്കുന്നത്, പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത്. ഫ്രാൻസ് അതായത് അവരൊരു യൂറോപ്യൻ ക്വാളിറ്റി കൃത്യമായിട്ട് കാണിച്ചു. ഒരു തരത്തിൽ പോലും ഒരു കൃത്യമായ നിർദ്ദേശം, അതായത് സംയമനത്തിൽ നിൽക്കാം. കാരണം ഉറപ്പായിട്ടും അറിയാണ്ട ഒരു വർഷങ്ങളായിട്ട് ചെയ്ത് ശീലിച്ചാണ് ഇങ്ങനെ വെച്ച് സംസാരിക്കുന്ന ഉറപ്പാ. റെഡ് കിട്ടും, കളി മിസ്സാവും. അപ്പോൾ അത് ക്രൂഷ്യൽ മാച്ചാണ് മിസ്സാവാൻ പോകുന്നത്. അത് ഏത് പ്ലെയർ ആണെങ്കിലും. അതുകൊണ്ടാണ് ഏറ്റവും ഹീറ്റഡ് മൊമെന്റിലും എംബാപ്പെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ചിരിക്കുന്നത് ഭയങ്കര രസമാണ്, ഞങ്ങൾക്കറിയാം അതിൽ വീഴത്തില്ല മോനെ എന്നുള്ള അവസാനമൊക്കെയാണ് അയാളുടെ ചിരി. അപ്പൊ അത് ഈ ശരിക്കും ഇന്നലെ ആദ്യ മത്സരത്തിലെ ലോകകപ്പ് തുടങ്ങിയ ആദ്യ മത്സരത്തിലെ റഫറി 3 റെഡ് കാർഡാണ് കാണിച്ചത്. അത് ഇത്രയും ഫിസിക്കൽ ഇതൊന്നും വരാത്ത മത്സരത്തില്. ഇന്നലെ ഉസ്ബെക്കിസ്ഥാന്റെ ഒരു റഫറി തോന്നുന്നുണ്ട്, അദ്ദേഹമാണ് ഇന്നലെ റഫറി. പക്ഷെ ഒരു കാർഡ് പോലും, ഒരു യെല്ലോ പോലും അവർക്ക് കൊടുത്തില്ല എന്നുള്ള അത്ഭുതമാണ്. അതുപോലെ തന്നെ ഇന്നലെ ഫ്രാൻസിന്റെ ഒരു കാര്യം കൂടി. ഫ്രാൻസിന്റെ ഇന്നലെ എംബാപ്പെ ഇന്നലെ ഗോൾ അടിക്കുന്നതോട് 150ാമത്തെ ലോകകപ്പ് ചരിത്രത്തിൽ ഫ്രാൻസിന്റെ 150ാമത്തെ ഗോളാണ്. ഇതിൽ ടോപ്പിലുള്ളത് ബ്രസീലാണ്, 263 തോന്നുന്നുണ്ട്. പിന്നെ ജർമ്മനിയും അതുപോലെ തന്നെ അർജന്റീനയുള്ളത്. അപ്പോൾ അർജന്റീന 163ലേക്ക് എത്തണം. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രാൻസിൻ്റെ ശരിക്കും എംബാപ്പയെ പോലുള്ള താരങ്ങളൊക്കെ നന്നായി ഗോളടി മെഷീനുകളായി മാറുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും വലിയ റെക്കോർഡുകളിലേക്ക് പോകുന്നുള്ള ഒരു കാര്യം കൂടി അത് നമ്മൾ സൂചിപ്പിച്ചാണെങ്കിൽ പോലും മെസ്സിക്കൊപ്പം എത്തിയിരിക്കുകയാണ്. 7.5 മെസ്സി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പോൾ 7.5 എംബാപ്പെ എന്ന് പറയുന്നിരിക്കുന്നു. 2 അസിസ്റ്റ് കൂടി ഉണ്ടായതുകൊണ്ടാണ് ലോകകപ്പ് ചരിത്രത്തിലെ 19ാമത്തെ ഗോൾ. 19 പെർ മാച്ച് അദ്ദേഹം ഓരോ ഗോൾ അടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിർണായക ഘടകമാണ് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള കളിയിൽ എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കാത്തിരിക്കുന്ന ഫ്രാൻസ് മത്സരം കഴിഞ്ഞല്ലോ. ഇന്ന് കാത്തിരിക്കുന്നത് ബ്രസീൽ നോർവേ പോരാട്ടമാണ്. അതിൻ്റെ സാധ്യതകൾ എപ്രകാരമാണ്? ബ്രസീൽ കടുത്ത പരീക്ഷണം അതിജീവിച്ചാണ് വന്നിട്ടുള്ളത്. നോർവേ വലിയൊരു എതിരാളികൾ ആവില്ല എന്നുള്ളതാണ്. കാരണം ജപ്പാനെതിരെ കുറച്ചധികം വിഷമിക്കാൻ കാരണം ജപ്പാൻ്റെ ആ സ്പീഡി ഗെയിമിൽ ഉറപ്പായിട്ടും ബ്രസീൽ പ്രതീക്ഷ രീതിയിൽ കളിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മുന്നേ അറിയാമായിരുന്നു. അത് ജപ്പാൻ അവരുടെ ഒരു കണിശമായി നമ്മൾ മുൻപ് സംസാരിച്ചതാണ്. എന്നാൽ പോലും അവരവരുടെ ഒരു മെഷീൻ ഗെയിം കാഴ്ചവെച്ചു. അത് കൃത്യമായിട്ട് പോയി. പിന്നെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിനേക്കാളേറെ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളാണ് അവിടെ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ബ്രസീലിന്. ഇത്തവണയും ആഞ്ചലോട്ടിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവും. കളത്തിന് പുറത്ത് അദ്ദേഹത്തിന് തന്ത്രമുണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല വിനി ഒരു ശക്തമായൊരു തിരിച്ചുവരവ് വിനിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ കളി ഗോൾ അടിച്ചില്ല. അടുത്ത മത്സരം മെക്സിക്കോ ഇംഗ്ലണ്ടാണ് നാളെ പുലർച്ചെ. ബ്രസീൽ നോർവേ മത്സരം 1:30-ക്കും, മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം നാളെ പുലർച്ചെ 5:30-ക്കുമാണ്. മെക്സിക്കോയോ ഇംഗ്ലണ്ടോ ഒരു ആതിഥേയർ ഇന്നലത്തോടു കൂടി പുറത്തായി, കാരണം മടങ്ങി. രണ്ടാമതൊരു ആതിഥേയർ മടങ്ങുമോ എന്നതാണ് ആ മത്സരത്തിന് പ്രധാന ചോദ്യം. മെക്സിക്കോ പോകുമോ അത് തുടരുമോ? ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിന്റെ സ്ക്വാഡ് എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കണ്ടത് ഹാരി കെയ്നെ പോലെയുള്ള താരങ്ങളൊക്കെ അതിന്റെ പീക്കിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഫോമിന്റെ പീക്കിൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ റാഷ്ഫോർഡും അങ്ങനെയുള്ള ഒരുപാട് താരം, ബുക്കായ സാക്കൊക്കെ കഴിഞ്ഞ മത്സരം ഇപ്പോൾ പരിക്കിന്റെ പിടിയിലായിരുന്നു. അല്ല ഇത്ര നല്ല താരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ സാക്കെ പോലുള്ള താരങ്ങളൊക്കെ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിന് കളിക്കുന്ന ഒരു പ്രകടനമുണ്ട്. കാരണം ഇഞ്ചുറിയുടെ ഒരു പിടിയിലാണ് അദ്ദേഹം എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെയുള്ള താരങ്ങളൊക്കെയുള്ള പിന്നെ ജോർദാൻ പിക്ഫോർഡിനെ പോലെയുള്ള ഗോൾ കീപ്പറൊക്കെ മറികടന്ന് മെക്സിക്കോക്ക് ഗോൾ അടിക്കുക എന്നുള്ളതും പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ അവിടെയുള്ള പ്രത്യേകിച്ച് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് മെക്സിക്കോയിലെ കാലാവസ്ഥയും അതുപോലെ തന്നെ ഈ ആസ്ട്രക്ക സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ വയാഗ്ര ഉപയോഗിക്കാൻ ഇവർക്ക് അനുമതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. കാരണം അത്രത്തോളം കുറച്ച് കഠിനമായിരിക്കും കാര്യം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് തണുത്ത കാലാവസ്ഥയും ഉയരം കുറഞ്ഞ സ്ഥലങ്ങളും മറ്റൊക്കെ ആവുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഇംഗ്ലണ്ട് ജയിച്ചാൽ വയാഗ്രയ്ക്ക് കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിൽ മിക്കവാറും നന്നായി ആസ്ട്രക സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് ഇറങ്ങുമ്പോൾ ഇംഗ്ലണ്ടിന് ഒരുപാട് ഓർമ്മകളുണ്ട്. സ്റ്റേഡിയത്തിലാണ് ദൈവത്തിന്റെ കൈ ഗോൾ പിറന്നതും നൂറ്റാണ്ടിലെ ഗോൾ അവർ വഴങ്ങിയതും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും 40 വർഷം നല്ല ഒരു ടൈറ്റ് കളിയായിരിക്കും എന്തായാലും. മെക്സിക്കോ അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതും മാത്രമല്ല കഴിഞ്ഞ കളി അത്ര ഈസി ആയിട്ടായിരുന്നല്ലോ ഇംഗ്ലണ്ട് ജയിച്ചതും. ആ ഒരു ഹാരി കെയിൻ്റെ ഒരു ബ്രില്യൻസിന്റെ പുറത്ത് വന്നതാണ്. പ്രത്യേകിച്ച് അവസാനം അടിച്ച ഗോള് അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് മാത്രമാണ്, അതിനകത്ത് വേറൊരാൾക്കും ഒരു കോൺട്രിബ്യൂഷനും പറയാനില്ല. അപ്പം അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ പ്ലേ എല്ലായ്പ്പോഴും കളിക്കാൻ പറ്റണമെന്നില്ല. അത് കുറെ കൂടി ഓർഗനൈസ്ഡ് ആണ് മെക്സിക്കോ വേൾഡ് കപ്പിൽ കളിക്കുന്നത്. അപ്പം അത് ടൈറ്റ് ആയിരിക്കും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും 2 മത്സരങ്ങൾ ഗംഭീരമായിട്ടുള്ള മത്സരങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോഴും നമുക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് വേണ്ടി സുന്ദരമായ കളിയല്ല അവർ കളിക്കുന്നത്. അവർക്ക് കിരീടം നേടാൻ വേണ്ടിയിട്ടാണ്. അതവർ ഏതറ്റം വരെയും തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകും. അതിനെ നമുക്ക് സമ്മതിച്ച് കൊടുത്തേ ഒരളവോളം പറ്റൂ എന്നുള്ളതാണ്. കാരണം സുന്ദരമായ കളി കാഴ്ചവെക്കണമെങ്കിൽ ടീമുകൾ സൗഹൃദ മത്സരം കളിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. എന്തായാലും ഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾ കാത്തിരിക്കുന്നു. ഫലപ്രവചനം അപ്രവചനീയമായി പോകുകയാണ്. എങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും പ്രവചിക്കാനും വലിയ സമ്മാനങ്ങൾ നേടാനുള്ള അവസരമുണ്ട്. നമ്മളൊരുക്കുന്ന മൈജി റിപ്പോർട്ടർ TV പ്രവചന മത്സരത്തിൽ 1ാം സമ്മാനം ലഭിക്കുന്നത് ടൊയോട്ട ഗ്ലാൻസ കാറാണ്. വളരെ സിമ്പിളാണ്. കയറുക, QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീമിനെ പ്രഖ്യാപിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഗ്ലാൻസ മാത്രം അടക്കമുള്ള ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അതായത് ഓരോ ടീമുകളായിട്ട് ഒഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള ചിത്രം കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഗംഭീരമായിട്ടുള്ള മത്സരങ്ങൾ കാത്തിരിക്കുന്നു. അതിൻ്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും ഇതേ സമയം കാണാം.